വർഷങ്ങളോളം കേസ് നടത്തി ഭക്തർ സ്വന്തമാക്കി ക്ഷേത്രം പിടിച്ചെടുക്കാനൊരുങ്ങിയ മലബാർ ദേവസ്വം ബോർഡ്. മലപ്പുറം ജില്ലയിലെ ശ്രീ വാളക്കുളം മഹാശിവക്ഷേത്രമാണ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. നിത്യവൃത്തിക്ക് വകയില്ലാത്ത സമയത്ത് തിരിഞ്ഞു നോക്കാത്ത ദേവസ്വം ബോർഡാണ് ഇപ്പോൾ ക്ഷേത്രം സ്വന്തം അധീനതയിലാക്കാൻ ശ്രമിക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് വാളക്കുളം മഹാശിവക്ഷേത്രം. ഭക്തരുടെ തുടർച്ചയായ സമരത്തിന്റെ ഭാഗമായി 1979 ഊരാളന്മാർ വിശ്വാസികൾക്ക് ക്ഷേത്രം വിട്ടുനൽകി. തകർന്ന് ജീർണാവസ്ഥയിലായിരുന്നു അന്ന് ക്ഷേത്രം. പിന്നീട് വിശ്വാസികൾ ഒരുമിച്ച് ക്ഷേത്രം നവീകരിച്ചു. ക്ഷേത്രം നവീകരിച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലെത്തിയപ്പോൾ പതിവ് പോലെ ഇത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് മലബാർ ദേവസ്വം ബോർഡ്. 4 ചുറ്റമ്പലമുണ്ട്. ഇതിന്റെ ഒരു ചുറ്റമ്പലം ഒരു ഭാഗം വടക്ക് ഭാഗം പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഊരാളന്മാരാണ് പൊളിച്ചു കളഞ്ഞ് ശ്രീകോവിലിന്റെ താഴെ തട്ട് അവർ പൊളിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതവർ നശിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അതിനെതിരെ ജനങ്ങൾ രംഗത്ത് വന്നപ്പോഴാണ് അത് നിങ്ങൾ ഏറ്റെടുത്തോന്നും പറഞ്ഞിട്ട് 79 ഈ ക്ഷേത്രം വിട്ടുതരുന്നത്. ഇപ്പൊ ഇന്ന് ഈ ക്ഷേത്രം ഈ നിലയിൽ എത്തിച്ചത് സാധാരണക്കാരായ ഇവിടുത്തെ ജനങ്ങളുടെ വളരെ ബുദ്ധിമുട്ടിയ ഒരു അധ്വാനം കൊണ്ട് തന്നെയാണ്. ക്ഷേത്രം പിടിച്ചെടുക്കുന്നതിനായി ദേവസ്വം ബോർഡ് സർക്കുലറും പുറത്തിറക്കി. വൈരങ്കോട് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് ചുമതല. ക്ഷേത്രം വിശ്വാസികൾക്ക് കൈമാറുന്നതിന് മുൻപും ശേഷവും ഊരാളന്മാർ ക്ഷേത്രഭൂമി വിൽക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 40 വർഷമായി ഭക്തർ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടത്തുന്നുണ്ട്. ഈ ക്ഷേത്രം പൊതുക്ഷേത്രമാണെന്ന വിധിയും കഴിഞ്ഞ വർഷം വന്നു. ഈ സാഹചര്യത്തിലാണ് വിശ്വാസികളെ അവഗണിച്ച് ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ നീക്കം. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.